Hey guys, welcome back to OGA. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എഡ്വിന് ഇൻട്രൊഡക്ഷന്റെ ഒന്നും ആവശ്യമില്ല. മലയാളം ടെക്കിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. പണ്ട് തൊട്ടേ യൂട്യൂബ് ചാനൽ ഉപയോഗിച്ച് ശീലമുള്ള ഭയങ്കര ഫേമസ് ആയിരുന്നു. ആ ചാനൽ ഏതായിരുന്നു? ED വേൾഡ്. ED വേൾഡ് എല്ലാവരും പോയി കാണണം. ED വേൾഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര കൗതുകരമായ വനാന്തരങ്ങളിൽ നിന്നൊക്കെ അവൻ എപ്പിസോഡുകൾ അതിന്റെ ചെയ്ത് റബ്ബർ കാർഡുകളിൽ നിന്ന്. അത് ED വേൾഡ് അല്ല, അവൻ സെൽഫ് ഇൻട്രോവേർട്ട്. ഞാൻ എഡ്വിൻ കെ ജേഷ്, ഇപ്പം മലയാളം ടെക്കിന്റെ കോഹോസ്റ്റ് ആയിട്ട് ജീവിക്കുന്നു. അങ്ങനെയല്ലേ ജീവിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് ലോകത്തിലെ ഒരേ ഒരു സബ് ഊഫർ വെച്ച് വരുന്ന ഹെഡ്ഫോൺസ് ആണ്. ഇത് സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് സോണിക് ലാം എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ ഹെഡ്ഫോൺസിനകത്ത് നമുക്ക് ലോവർ ഫ്രീക്വൻസീസും ഭയങ്കര ഹൈ ഫ്രീക്വൻസീസ് ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. ഇത് എവിടുത്തെ ബ്രാൻഡ്? ഇന്ത്യൻ ബ്രാൻഡാണോ? ഇന്ത്യൻ ബ്രാൻഡ്. പക്ഷെ ഇത് സ്റ്റാർട്ടപ്പിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല, അത്രയ്ക്കും പ്രീമിയം സാധനമാണ്. ബൂമൈക്കും വരുന്നുണ്ട്, കൂടാതെ നമുക്കൊരു A to C കേബിൾ വരുന്നുണ്ട്. എനിക്ക് സംസാരിക്കാൻ എന്റെ കേൾക്കാൻ പറ്റും. ഇത് മതി. ഇതിന് ഇതുണ്ടോ? ANC ഉണ്ടോ? ANC ഇല്ല. നോയ്സ്ലെസ് സപ്പോർട്ട് ചെയ്യുമോ? മറ്റേ ലോസ്ലെസ് സപ്പോർട്ട് ചെയ്യും. ഇതിന്റെ സെഗ്മെന്റ് പറഞ്ഞാല് 10,000 to 20,000 വരെ 17,000. അതെന്നെ തിരിക്കുന്നൊക്കെ 4 മോഡുണ്ട്. ഒരെണ്ണം നമ്മുടെ നോർമൽ യൂസ്, മറ്റേ വീഡിയോ കോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട്. രണ്ടാമത് പറഞ്ഞാൽ ഈ ക്ലാസിക് മ്യൂസിക് അങ്ങനത്തെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. ഒരെണ്ണം ഈ റോക്ക് മ്യൂസിക്, ഹിപ്പ് ഹോപ്പ് അങ്ങനത്തെ സാധനങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട്. ഇക്വലൈസർ ഓൾറെഡി പ്രീസെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആപ്പും ഉണ്ട്. അതിന് നമുക്ക് കസ്റ്റമായിട്ട് സെറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഇതിന്റെ സബ് ഊഫർ വെച്ചിട്ട് ഇവര് തന്നെ മനസ്സിലാക്കാം ഏതൊക്കെ ഫ്രീക്വൻസി. ഞാൻ അത്ര കൊച്ചിക്ക് സംസാരിക്കില്ല, ശരിക്കത്ത് കയറുന്നു. ബാക്കപ്പ് ടൈം ഇപ്പൊ ഫുൾ വോളിയത്തിൽ കേൾക്കുവാണെങ്കിൽ 24 hours. ചുമ്മാ ഓൺ ആക്കി കേൾക്കുവാണെങ്കിൽ 150 മണിക്കൂർ ബാറ്ററി അത്രയും ബാക്കപ്പ് ഉണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഈ സാധനം മേടിച്ച ആദ്യം പോകുന്ന ഇവിടത്തെ മറ്റേ സ്കിന്ന ഫീൽ ഉണ്ട്. ഇത് നമുക്ക് ഊരാം. കണ്ടോ? ഊരാം. ഇനി റിവ്യൂ ഇല്ല. എന്റെ റിവ്യൂ കാണണമെങ്കിൽ നിങ്ങൾ മലയാളത്തേക്ക് പോകണം. ഇവന്മാരെന്റെ വലിയ റിവ്യൂ പേന ലോകത്തെ ഏറ്റവും ഉപകാരമുള്ള സാധനമാണ്. ഇതൊരു വെറൈറ്റി പേന. നമ്മളെ ചില എക്സാമുകൾ നമ്മളെ പുറകെ ഇങ്ങനെ എക്സാം ഒക്കെ കഴിയുമ്പോൾ ഇങ്ങനെ വിളിക്കത്തില്ല ആൾക്കാർ. അപ്പൊ ഈ പേന കൊണ്ട് ഭയങ്കര ഉപകാരമാണ്. നമുക്ക് ആ ഉത്തരം കാണിച്ചു കൊടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഈ പേന എടുത്ത് വെച്ചിട്ട് അങ്ങനെ ശല്യപ്പെടുത്തുന്നത് ഇങ്ങനെ കാണിച്ചാൽ മതി. എന്നെ പണ്ടതാണ് ഞാനൊരു കടയിൽ പോയപ്പോ ഇതിങ്ങനെ ഇരിക്കുക. ഞാനും മാറി നോക്കുന്നത് കുത്തി വെച്ചേക്കാണ്. ഇതെന്താ ഐസ്ക്രീം ആണോ? ഇതെന്നാ കുത്തി വെച്ചേക്കുന്നത്? ഞാൻ ചെക്ക് നോക്കിയപ്പോട്ടും അത് കൊള്ളാം കേട്ടോ. നൈസ് കൺസെപ്റ്റ് അല്ലേ? അടപ്പ് തുറക്കുന്നുണ്ടോ ഇതിന്റെ? ചിലപ്പോ ഈ പരീക്ഷയ്ക്ക് നമ്മൾ എഴുതുമ്പോഴത്തേക്കിന് സൈഡ് വന്നില്ലെങ്കിൽ നോക്കൂല്ലേ. എത്ര രൂപ ഇതിന്? 25 രൂപ. അത്രേ ഉള്ളൂ. ഇത് എന്നാ ഡ്യൂട്ടി യുവർ സെൽഫിന്റെ ഒരു വലിയ ഷോറൂം ഉണ്ട്. അതിൽ ഫണ്ണി ആയിട്ടുള്ള ഐറ്റങ്ങളുണ്ട്. മറ്റേ ഡ്യൂട്ടി തന്നെ നമ്മൾ എന്താ ചെയ്യണല്ലേ, ടൂൾസ് മറ്റേ അങ്ങനത്തെ എല്ലാ സാധനവും. അപ്പൊ ഇനി ആദർശ് ഇതുപോലെ സാധനം കൊണ്ടുവരും. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ലിക്വിഡ് സോപ്പ് ഡിസ്പെൻസർ ആണ്. അയ്യോ, വിഷാന്റെ അധികം കുടിക്കാത്ത സാധനം. അത് തന്നെ. നമുക്കിപ്പോ ഒരുപാട് പാത്രം ഒന്നിച്ച് കഴുകണ്ട. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇതിനകത്ത് നമുക്ക് ഫില്ല് ചെയ്യാം. ഇവിടെ പ്രസ് ചെയ്തിട്ട് ഇവിടെ തന്നെ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഉള്ള ഒരു പ്ലാസ്റ്റിക് പാത്രം, അതിനകത്ത് സോപ്പും വെള്ളം കൂടെ കലക്കി വെച്ച് കഴിഞ്ഞാൽ സെയിം സാധനം തന്നെയല്ലേ? പക്ഷെ ഇത് എളുപ്പമല്ലേ എന്ന് വെച്ചാൽ നമ്മൾ മറ്റേ സാധനം എടുത്ത് വെക്കണ്ട. ഇതിനകത്ത് വൺസ് റീഫില്ല് മേടിക്കുന്ന പൗച്ച് ഇപ്പൊ ഇതുണ്ട്. എന്റെ ഇപ്പൊ ഇരിക്കുന്ന ഇതുപോലത്തെ ബോട്ടില്, അതല്ലാതെ പൗച്ച് കിട്ടുമല്ലോ. പൗച്ച് ഞാൻ പറയട്ടെ, എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ലെന്നാ. ഞാൻ കണ്ടേക്കുന്നത് ലിക്വിഡ് മറ്റേ ലൂസ് ആക്കിയിട്ട് നമ്മൾ വെക്കത്തില്ലേ, അത് അടിയിൽ വെക്കും. മിക്സ് ചെയ്ത് വെക്കുമ്പോ പിന്നെ നമ്മള് വെള്ളം ഞാൻ അങ്ങനെ അല്ല. എടാ ഇതിന്റെ കൺസെപ്റ്റ് ഇതാ. ഇതിങ്ങനെ ഫില്ല് ചെയ്ത് വെക്കുക, ഇവിടെ പ്രസ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് വീഴിക്കണം. ഇപ്പൊ ഒരു വെയിറ്റ് ആദ്യമായിട്ടുള്ള ഇങ്ങനെ 2 ഡ്രോപ്സ് ഇട്ടിട്ട് പൈപ്പിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതവിടെ വെക്കുക. വിശാഖ കൊണ്ടുവന്ന സാധനം നമ്മൾ ഓരോ അതിന് ഞാൻ ഞെക്കി മടുക്കുമെന്ന് ഇത് അമ്മമാർക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുമായിരിക്കും. ഞാൻ യൂട്ടിലിറ്റി ഞാൻ കാണുന്നില്ല. ഒന്ന് പാത്രം കഴുകി പിന്നെ മുക്കുമ്പോ ചീത്ത വെള്ളം, പിന്നെ അതിനകത്ത് കിടക്കുന്ന സോപ്പ് കമത്തി കളയണം. കൂടെ പതാരം പിടിച്ചപ്പോ തുറന്നു പോകും. ഇല്ലില്ല, കമത്തിക്ക് വെള്ളമല്ലേ ഇതിനകത്ത്. അതിന് ഈ കമത്തടെ വാഷ് ബേസിൻ വേണം. ഞാനെനിക്ക് അതിന് പ്രത്യേകിച്ച് ഒരു കാണുന്നില്ല. അകത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് സാധനം എന്നാ ഡൈല്യൂട്ട് ചെയ്യണേ കിട്ടും. പക്ഷെ ഇതാ ഇതിന്റെ യൂസ് ചെയ്താ. ഇത് ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്നത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിൽ ഉപയോഗിക്കുന്നില്ല. അമ്മയ്ക്ക് ഇഷ്ടമില്ല. എന്ന് വൈകിട്ട് കൊണ്ടുപോകട്ടോ ഈ കൊയ്ക്കകത്ത് കയറി. ഇതാണ് പോർട്ടബിൾ മിനി കൂളർ. 5 വോൾട്ട് കൊണ്ട്
പ്രവർത്തിപ്പിക്കുക. 2 ദിവസം കൊണ്ട് പനി പിടിപ്പിക്കും. അതെ, ഏത് കൂളറാണെങ്കിലും പനി പിടിപ്പിക്കും. ഇത് നമുക്ക് ജസ്റ്റ് ലാപ്ടോപ്പ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കേബിളിന്റെ സൈഡിൽ വെക്കാം. തണുപ്പുണ്ടോ? തണുക്കും. ഇതന്നെ ഇത് ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ. എന്തൊക്കെ ഇതിനകത്ത് ഇതുണ്ട്, ലെവല് ഇൻഡിക്കേഷൻ. ജെവികാട്ട് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് മേടിച്ചാണ്. വെള്ളം നമുക്ക് നേരെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും വെള്ളം ഇത്? അല്ല, കുറച്ച് ജനിച്ചു വെക്കണം. വെള്ളം ഇങ്ങനെ അതെന്ന് ഇത് തുറന്നിട്ട് ഒഴിക്കണോ അതോ അവിടെ ഇവിടെ ഓട്ട ഓട്ടക്കകത്തൂടെ കൊതുക് കയറി മുട്ട ഇടും. എന്റെ ഭഗവാനെ എന്നെ എടുക്കാനാ? അതിന്റെ ക്വാളിറ്റി ഇല്ല. പക്ഷേ ഇതിന്റെ പ്രൈസ് ആണ് 999. കൂളറിനകത്ത് വെള്ളം പോയിട്ട് അത് കാലടിച്ച് വീട് പോയി. പക്ഷെ വെള്ളം പോകുന്ന കാണുന്നില്ല. അതെങ്ങനെ നടുക്കൊരു ഡ്രിപ്പിംഗ് സിസ്റ്റം ഒറ്റ ഡ്രിപ്പിംഗ് സിസ്റ്റം ആണ്. ഇതുണ്ടോ മറ്റേ സിസ്റ്റം അല്ലേ, അന്യ രീതിയിൽ മറ്റേ ഇവാപറേഷൻ നടക്കത്തില്ല. മോശം വലുതായിട്ടും ഇല്ല. പക്ഷെ ഇതിപ്പോ നമ്മുടെ നാട്ടിൽ ഇത്ര ഹ്യൂമിഡിറ്റി ഉള്ളപ്പോ ഹ്യൂമിഡിറ്റിക്ക് കൂളർ സെറ്റപ്പ് പറ്റത്തില്ലാത്ത അല്ല വെള്ളം വേണ്ട, ഫാൻ എന്നുള്ള രീതി. കൂളറിനകത്ത് വരുന്നത്ര വെള്ളമൊന്നും തള്ളി വരുന്നില്ല. സൗണ്ടും ഇല്ല. അതാണ് നമുക്കൊരു ഡെസ്ക് സെറ്റപ്പിൽ യൂസ് ചെയ്യാം. വെള്ളം ഒഴിക്കണം എന്നില്ലല്ലോ. വെള്ളം ഒഴിച്ചില്ല കൊതുക് വരത്തില്ല മോനെ, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും ഞാനൊന്ന് ആലോചിക്കാം. എന്നാ ഞാൻ രണ്ട് ശരിയാ ഡയലോഗ് പറഞ്ഞ ശരി. എന്ത് വന്നാലും നമ്മളെ മല പോലെ നിൽക്കണം. ഇത് മാറ്റി വെക്കും. ഇൻസ്റ്റാഗ്രാമില് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടല്ലോ, അതില് ഫോളോയിങ് ലിസ്റ്റ് എടുത്ത് ഡെയിലി ഫ്രണ്ട് പ്രൊഫൈൽ എടുക്കുക, എന്നിട്ട് വീഡിയോ കോൾ ചെയ്ത് ഫ്ലഡ് ചെയ്യും. നമ്മുടെ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഇവന്റെ പ്രൊഫൈലാണോ? ഊറ്റിയാണ്. അപ്പൊ ചാനലിൽ ഫോട്ടോ ഉള്ള വകുപ്പുമ്പോഴാണ് ഗസ്റ്റ് വന്നേക്കുന്നത്. എനിക്ക് ഫ്ലേർട്ട് ചെയ്യാൻ അറിയത്തൊന്നുമില്ല. അങ്ങനെ പഠിക്കുന്നത്. അതിനെ ലാസ്റ്റ് ഫോളോവേഴ്സ് ഞാൻ വിളിച്ചു തരാം. വേണ്ട. എന്നാ ഇത് ആരാന്ന് വെച്ചോണ്ടാ ഞാൻ ചോദിക്കുന്നത്. അതെ, അലീന ജോർജ്. അറിയോ? ഞാൻ മെസ്സേജ് അയച്ചോളാം. മെസ്സേജ് അയക്കൊന്നും വേണ്ട, നീ വിളിക്ക്. ഞാൻ എടുത്തില്ല, കട്ട് ചെയ്താൽ അത്രേ ഉള്ളൂ, തീർന്നു. പിടിച്ചോ. സംസാരിക്കുന്നില്ല. എന്നാ വിളിച്ചിട്ട് പറ, ടാസ്ക് ആന്ന് പറ. ചേട്ടാ ആരോടെങ്കിലും ചോദിച്ചിട്ട് മതി. വേണ്ട, നീ സംസാരിച്ചോ, കുഴപ്പമൊന്നുമില്ല. ഇത് കോണ്ടാക്ടിങ് ആണല്ലോ, റിംഗിങ് അല്ല. ഹലോ 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 പറഞ്ഞു. ഇത് ഹായ്, ഇത് OT എന്ന് പറഞ്ഞ ചാനലിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ. ഞങ്ങൾക്കിവിടെ ഒരു ടാസ്ക് ആയിരുന്നു. വെറുതെ ഇങ്ങനെ ആരെങ്കിലും റാൻഡമായിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് എന്ത് ചെയ്യണം, എന്തേലുമൊക്കെ ചോദിക്കണം. എന്താ പേര്? എന്റെ പേര് രേഷ്മ. രേഷ്മ. എവിടെ വീട്? വീട് എറണാകുളം. നല്ല സ്ഥലം. എന്ത് കുഴപ്പമില്ല. അല്ല കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ പഠിക്കുക, MS ചെയ്തോണ്ടിരിക്കുക, 2nd ഇയർ. നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഇവിടെ കുറെ ചോദ്യങ്ങളുണ്ട്, അത് ഞാൻ ചോദിച്ചോട്ടെ. ഒറ്റയ്ക്കുള്ള ജീവിതം കുട്ടി മടുത്തോന്ന്? മടുത്തെങ്കി ഇവിടെ ഒറ്റയ്ക്കാണ് നല്ലത്. അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. എന്റെ കൂടെ ട്രിപ്പ് വരാൻ താല്പര്യമുണ്ട്. എനിക്കറിയാം. Are you son? I would like to revolve around you. മനസ്സിലായില്ലോ, റിപ്പീറ്റ് ചെയ്യണോ? വേണ്ട, മനസ്സിലായി. മനസ്സിലായില്ലേ? കറങ്ങി തല ഇറങ്ങി പോത്തുള്ളൂ. കോഴി സ്കെയിലിൽ എന്നെ എത്ര റേറ്റ് ചെയ്യും? 0 to 10? 9.7. ഈ ഡയലോഗ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാവോ? എന്തുവാ? ഈസ്റ്റ് ഓർ വെസ്റ്റ്, പവർ സ്റ്റെല്ലാർ ഇസ് ദ ബെസ്റ്റ്. ഈസ്റ്റ് ഓർ വെസ്റ്റ്, പവർ സ്റ്റെല്ലാർ ഇസ് ദ ബെസ്റ്റ്. മതി. എന്നാ സംഭവം? അത് ഞാനാ. മറ്റേ ചാനല് പേരറിഞ്ഞൂടെ, എനിക്ക് മറ്റേ പിന്നിന്റെ കഥ മാത്രമേ അറിയത്തുള്ളൂ.
ചോദിച്ചതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, നിങ്ങൾ ഓരോ ടാസ്ക് ഓരോന്നൊക്കെ ചെയ്യുന്നു. അത്രേ ഉള്ളൂ. പക്ഷെ മറ്റേ റിവോൾവ് ചെയ്യണ സാധനം അതെനിക്ക് ഇത്ര പിടിച്ചില്ല. അത് ഇയാളെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു നിലവാരം പോയി. എന്റെ കൂട്ടുകാരുടെ അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് ചോദിക്കും. നിലവാരമുള്ളൊരു ചോദ്യം കൂടെ ചോദിക്കാം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അല്ല എനിക്ക് പേടിയാവും. എറണാകുളത്തൊക്കെ ജീവിക്കാൻ നല്ല സ്ഥലമല്ലേ? അതും തോന്നുന്നല്ലേ? ഞാൻ ഇടയ്ക്ക് അവിടെ വരാറുണ്ട്. ഈ വീഡിയോ ഇടുന്നതിന് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. ശരിയെന്ന് ബൈ ബൈ. മീറ്റ് ചെയ്യണമെന്ന് ചോദിക്കും. എറണാകുളത്ത് ചെല്ലുമ്പോ എറണാകുളത്ത് വരുമ്പോ മീറ്റ് ചെയ്യണോന്ന്. നിന്നെ എന്തിന്? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഒരാവശ്യമില്ല. വെറുതെ സമയം കളയല്ലേ. എന്നാ വെച്ചോട്ടോ, ഇറങ്ങിക്കോ. ഒരാളെ കൂടെ വിളിക്കും. പിന്നെ പുല്ല് വിളിക്കും ഞാൻ. വേസ്റ്റ് ബാക്കി തുറക്കുന്ന ദുശഗുണമാണു നീ. അതിന് നമ്മളെ എപ്പോഴും ഇതൊക്കെ ചുമക്കാനാ.